ജമ്മുകശ്മീർ സംബന്ധിച്ച ബില്ലുകളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയുന്നതിനിടെ ലോക്സഭയിൽ ബഹളം. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് മറുപടി തടസ്സപ്പെട്ടു. ജമ്മുകശ്മീരിന് പ്രത്യേക അധികാരം നൽകിയ ജവഹർലാൽ നെഹ്റുവിന്റേത് ചരിത്രപരമായ മണ്ടത്തരം എന്ന പരാമർശത്തെ തുടർന്നാണ് ബഹളമുണ്ടായത്. 2024 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ തിരിച്ചെത്തുമെന്നും 2026 ജമ്മുകശ്മീരിലെ ഭീകരവാദം അവസാനിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു. नेहरू के समय में जो ब्लंडर हुआ था, इसके कारण कश्मीर को भुगतना पड़ा कि दो बड़ी गलतियां जो पंडित जवाहरलाल नेहरू के प्रधानमंत्री काल में हुई, उनके लिए गए निर्णयों से हुई। इसके कारण सालों तक कश्मीर ने सहन करना पड़ा। एक सबसे बड़ी गलती, जब हमारी सेना जीत रही थी, पंजाब का एरिया आते ही सीज फायर कर दिया गया और पाक ऑक्यूपाई कश्मीर का जन्म हुआ। अगर सीज फायर 3 दिन लेट होता तो पाक ऑक्यूपाई कश्मीर आज भारत का हिस्सा। ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അമിത്ഷാ പറഞ്ഞത് കേന്ദ്ര സർക്കാർ തുടരും, ഇനിയും അധികാരത്തിലെത്തും. അതോടൊപ്പം തന്നെ വലിയ വിമർശനം കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ചർച്ചകൾക്കിടയിലെ ഉണ്ടായപ്പോൾ തന്നെ പ്രതിപക്ഷത്തിന്റെ വലിയ പ്രതിഷേധം കണ്ടതാണ്. അവിടെയും വിവാദപരമായ പല വിമർശനങ്ങളും ഉണ്ടാകുന്നതും കണ്ടതാണ്. പക്ഷെ ഇന്നിപ്പോൾ മറുപടി പറയുമ്പോഴും അത്തരത്തിൽ വിവാദം ഉണ്ടാകുന്നു. പ്രതിപക്ഷം വലിയ ബഹളത്തിലേക്ക് കടക്കുന്നു. ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചുള്ള വെടിനിർത്തലിനെ കുറിച്ചുള്ള പരാമർശമാണ് വലിയ പ്രതിഷേധത്തിലേക്ക് പോയതല്ലേ? ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ടുകളുമായി ചേരുന്നത് നമുക്കൊപ്പം. ബൽറാം, കേൾക്കാമെങ്കിൽ. സ്മിത, തീർച്ചയായും കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മു കശ്മീർ സംബന്ധിച്ച 2 ബില്ലുകൾ അവതരിപ്പിച്ച് അതിൽ ചർച്ചകൾ നടന്നിരുന്നു. ഇന്ന് ഈ ചർച്ചകൾ അവസാനിക്കുന്ന ഘട്ടത്തിൽ ഏറ്റവും അവസാനമായി പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും കോൺഗ്രസിന്റെ സഭാകക്ഷി നേതാവ് അധിർ രഞ്ജൻ ചൗധരി ഈ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം ഈ സർക്കാരിനെ ഈ ജമ്മു കശ്മീരുമായി ബന്ധപ്പെട്ട നെഹ്റുവിന്റെ നയങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ വെല്ലുവിളിക്കുകയായിരുന്നു. അത് ഏറ്റെടുത്തുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ആഭ്യന്തരമന്ത്രി അറിയിച്ചു. തുടർന്ന് മറുപടി പറയുന്ന ഘട്ടത്തിൽ അദ്ദേഹം ഈ സ്വാതന്ത്ര്യ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ വിഭജന കാലഘട്ടത്തിലുണ്ടായ നടപടികൾ, വെടിനിർത്തലിന് നെഹ്റു എടുത്ത തീരുമാനം, അത് നെഹ്റു എടുത്ത മണ്ടത്തരമാണ് ഇത്തരത്തിലൊരു പാക് അധീന കശ്മീരിന് വഴിവെച്ചത് എന്ന പരാമർശം നടത്തി. ഇതാണ് ബഹളത്തിനിടയാക്കിയത്. പിന്നീട് അദ്ദേഹം മറുപടി തുടരുകയായിരുന്നു. പ്രധാനമായും ഈ പുതിയ ബില്ലുകൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും അദ്ദേഹം ഈ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. പാക് അധീന കശ്മീരിലെ 24 സീറ്റുകൾ മാറ്റിവെച്ചതായി ആഭ്യന്തരമന്ത്രി അറിയിച്ചു. അത് പാക് അധീന കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന് നേരത്തെ തന്നെ ഈ അനുച്ഛേദം 370 റദ്ദാക്കിയ ഘട്ടത്തിൽ തന്നെ ആഭ്യന്തരമന്ത്രി അറിയിച്ചിരുന്നു. കൂടാതെ ജമ്മു കശ്മീരിൽ നിന്നും മറ്റിടങ്ങളിലേക്ക് കുടിയേറിയ ആളുകൾക്കായി ഒരു വനിതയ്ക്ക് 1 സീറ്റടക്കം 2 സീറ്റുകൾ മാറ്റിവെക്കും എന്നും പാക് അധീന കശ്മീരിൽ നിന്നും ഇന്ത്യയിൽ അഭയം തേടിയെത്തിയ അല്ലെങ്കിൽ കശ്മീരിൽ അഭയം എത്തിയവർക്ക് ഒരു സീറ്റ് നാമനിർദ്ദേശം ചെയ്യും എന്നും ആഭ്യന്തരമന്ത്രി അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ജമ്മു കശ്മീർ 2024 നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള തുടർ ഭരണം ലഭിക്കും എന്നും 2026 ജമ്മു കശ്മീരിലെ ഭീകരവാദം അവസാനിപ്പിക്കും എന്നുമാണ് ആഭ്യന്തരമന്ത്രി അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ അനുച്ഛേദം 370 റദ്ദാക്കിയതിനു ശേഷം ഈ കശ്മീരിലുണ്ടായ ഭീകരവാദ പ്രവർത്തനങ്ങളുടെ കണക്കുകളും അതിലുണ്ടായ കുറവും കണക്കുകൾ നിരത്തിയാണ് ആഭ്യന്തരമന്ത്രി എടുത്തു പറഞ്ഞത്. ഈ നെഹ്റുവിനെതിരായി 4 തവണയാണ് പരാമർശങ്ങൾ നടത്തിയത്. ഈ ഘട്ടങ്ങളിലെല്ലാം തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും കടുത്ത പ്രതിഷേധം ഉയർന്നു. സ്മിത. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.